നമ്മൾ ഉണ്ടാക്കുന്നത് വളരെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ബ്രെഡ് വെച്ചിട്ടുള്ള ഒരു ഷവർമ, അതായത് ഒരു കോൺ ഷവർമ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഒരു മുട്ടേൻ്റെ വെള്ള ചേർക്കുന്നുണ്ട്. മുട്ടേൻ്റെ മഞ്ഞ മാറ്റിയിട്ട് വെള്ള മാത്രം യൂസ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഏലക്ക പൊടി ചേർക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. 1/4 ടീസ്പൂൺ ഗരം മസാല പൊടി ചേർക്കാം. ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് പുളിയില്ലാത്ത നല്ല കട്ടിയുള്ള തൈരാണ്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് ഇതൊന്ന് വിസ്ക് കൊണ്ട് മിക്സ് ചെയ്തെടുക്കാം. വിസ്ക് കൊണ്ട് അല്ലെങ്കിൽ ഒരു സ്പൂൺ കൊണ്ട് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചെറിയ പീസസ് ആക്കിയിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. എല്ലില്ലാത്ത ചിക്കൻ പീസാണ് കൂടുതൽ നല്ലത്. ചിക്കൻ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ചിക്കനിലേക്ക് നന്നായിട്ട് ഈ മസാല മിക്സ് ചെയ്തതിന് ശേഷം ഒരു 1.5 മണിക്കൂർ ഇത് മാറ്റി വെക്കണം. ഈ മസാല നന്നായിട്ട് ഇതിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് 1.5 മണിക്കൂർ മാറ്റി വെക്കുന്നത്. അതിനുശേഷമാണ് ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഒരു പാൻ എടുക്കുക. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് ഓയിൽ ഒഴിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു 1.5 ടേബിൾ സ്പൂൺ ഓയിൽ മതിയാവും. ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഈ ഓയിൽ ചെറുതായിട്ടൊന്ന് ചൂടായാൽ ഇതിലേക്ക് ചിക്കൻ പീസസ് ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ ഡീപ്പ് ഫ്രൈ ചെയ്യുന്നില്ല, ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്തത്. നമ്മളിതിലേക്ക് തൈര് ചേർത്തുകൊണ്ട് ഇത് ഹൈ ഫ്ലെയിമിലിട്ടൊരു കുക്ക് ചെയ്താൽ പെട്ടെന്ന് കരിഞ്ഞു പോവും, ചിക്കൻ അകത്ത് വേവില്ല. അപ്പോൾ അതുകൊണ്ട് ചെറിയ തീയിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ ചിക്കൻ പീസസ് ഓൾമോസ്റ്റ് കുക്കായി വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്, ഒരു വലിയ ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ക്യാരറ്റ് ചേർക്കുന്നുണ്ട്. അതുപോലെ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കക്കിരിക്ക ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് ചെറുതായി കട്ട് ചെയ്ത ക്യാബേജ് കൂടെ ചേർക്കാം. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ ഒന്ന് കൈ കൊണ്ടൊന്ന് പിച്ചിയെടുത്താൽ മതി. ഇതിൽ നിന്ന് ചിക്കൻ്റെ എല്ലും റിമൂവ് ചെയ്യണം. ചിക്കൻ്റെ നല്ല ഫ്ലഷ് ആയിട്ടുള്ള ഭാഗം മാത്രമാണ് എടുക്കേണ്ടത്. ഇനി ഇത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ബൗളിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ വെജിറ്റബിൾസും ചിക്കനും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് മയണൈസ് ചേർക്കാം. മയണൈസിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹോം മെയ്ഡ് ആയിട്ടുള്ള മയണൈസ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ആ ലിങ്കിലൊന്ന് പോയി നോക്കിയാൽ മതി. അപ്പോൾ റെസിപ്പി കിട്ടും. ഞാനിത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടാം. ഹോം മെയ്ഡ് ആയിട്ടുള്ള മയണൈസ് ഉണ്ടാക്കുകയെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ റെഡിമെയ്ഡായിട്ട് വാങ്ങാൻ കിട്ടുന്ന മയണൈസ് ചേർത്താലും മതി. നമ്മുടെ ഈ വെജിറ്റബിൾസിനനുസരിച്ചിട്ട് മയണൈസ് ചേർക്കാം. ഇപ്പം നമ്മുടെ ഷവർമ മിക്സ് റെഡി ആയിട്ടുണ്ട്. അതിലേക്കുള്ള ഫില്ലിംഗ് ആണിത്. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് ക്രഷ് ചെയ്ത കുരുമുളക് ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടിയല്ല, കുരുമുളക് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തതാണ് ചേർക്കുന്നത്. അതുപോലെ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഓൾറെഡി നമ്മൾ ചിക്കനിലും
ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ മയനീസിൽ ഓൾറെഡി ഉപ്പുണ്ട്, അതുകൊണ്ട് കുറച്ച് ചേർത്താൽ മതി. നമ്മൾ ബ്രെഡ് കോൺ ഷവർമയാണല്ലോ ഉണ്ടാക്കുന്നത്, അപ്പോൾ ഇതിനായിട്ട് ബ്രെഡ് വേണം. ഞാനിവിടെ കുറച്ച് ബ്രെഡ് സ്ലൈസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡൊന്ന് കളയണം. അതിൻ്റെ സൈഡിലുള്ള ആ ബ്രൗൺ പാർട്സ് കട്ട് ചെയ്തിട്ട് മാറ്റണം. നമ്മൾ ഈ കളയുന്ന ബ്രെഡ് സ്ലൈസിൻ്റെ ബ്രൗൺ പാർട്ട് നമുക്കിത് ബ്രെഡ് ക്രംസിനായിട്ട് യൂസ് ചെയ്യാം. അത് കളയേണ്ട ആവശ്യമില്ല. അത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ട് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കിയിട്ട് കട്ട്ലേറ്റ്സിനൊക്കെ യൂസ് ചെയ്യാം. എല്ലാ ബ്രെഡ് സ്ലൈസും ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ ബ്രെഡും റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ആവി കയറ്റിയെടുക്കാം. ഈ ബ്രെഡ് ഒന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ്, അപ്പോഴാണ് നമുക്കിത് നന്നായിട്ട് പരത്തിയെടുക്കാൻ പറ്റുള്ളൂ. ഒരുപാട് സമയം ഒന്നും സ്റ്റീം ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. ഫ്രൈ പാനിലിട്ടിട്ട് ചൂടാക്കി എടുക്കരുത്, അപ്പോൾ അത് നമ്മുടെ ബ്രെഡ് ക്രിസ്പി ആയി പോവും. അതുകൊണ്ട് ഒന്ന് ആവി കയറ്റിയെടുക്കുക. ഇതിൻ്റെ രണ്ട് സൈഡും ആവി കയറ്റിയെടുക്കണം. ഇപ്പോൾ നമ്മുടെ ബ്രെഡെല്ലാം ആവി കയറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചപ്പാത്തി റോളർ കൊണ്ട് ഒന്ന് പരത്തിയെടുക്കാം. നന്നായിട്ട് പരത്തിയെടുക്കണം. ഇങ്ങനെ ആവി കയറ്റിയാൽ മാത്രമേ ഇതുപോലെ ഇങ്ങനെ നന്നായിട്ട് പരത്തിയെടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ചില ബ്രെഡൊക്കെ അങ്ങ് പൊടിഞ്ഞു പോവും. അതുകൊണ്ട് നന്നായിട്ട് പരത്തിയെടുക്കാം. ഇനി നമ്മൾ പരത്തി വെച്ചിട്ടുള്ള ഈ ബ്രെഡ് കോൺ ഷേപ്പിലാക്കി എടുക്കാം. ഇതുപോലെ കോൺ ഷേപ്പിലാക്കാം. അതിൻ്റെ സൈഡിലൊന്ന് വെള്ളം കൊണ്ട് തടവി കൊടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് ഒട്ടിക്കാൻ പറ്റും. ഇതുപോലെ നന്നായിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഫില്ലിങ്ങും കൂടെ ചേർക്കാം. ഈ ബ്രെഡിൻ്റെ സൈഡ് നന്നായിട്ട് വെള്ളം കൊണ്ട് ഒട്ടിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ഈ ബ്രെഡ് കുറച്ച് കഴിഞ്ഞിട്ട് ഓപ്പണായി വരും. അതുകൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് കോൺ ഷേപ്പിലാക്കി എടുക്കുക. ഇതുപോലെ എല്ലാ ബ്രെഡ് സ്ലൈസും കോൺ ഷേപ്പിലാക്കി എടുത്തിട്ട് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഈ ഒരു ബ്രെഡ് കോൺ ഷവർമ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുണ്ടായിരുന്നത് 10 സ്ലൈസ് ബ്രെഡിന് അതേ അളവിലാണ് ഫില്ലിങ് റെഡിയാക്കിയിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ബ്രെഡ് കോൺ ഷവർമ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമാവും. അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആയിട്ട് ഞങ്ങളുടെ ചാനൽ ഷെയർ ചെയ്യുക. തുടർന്നും വീഡിയോസൊക്കെ കാണുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ കണ്ടതിന് ഒരുപാട് സന്തോഷം. താങ്ക്സ് ഫോർ വാച്ചിങ്.